ചാർലിയുടെ കേസ് ആ സെറ്റിൽ തന്നെ കുറെ തവണ പറയാം. അപ്പൊ ഞാൻ തന്നെ ട്രോളി തന്നെ സ്വയം. ദുൽഖർ സൽമാൻ ചെയ്തപ്പോ ചാർലി, പാവപ്പെട്ട ബിബിൻ ജോർജ് ചെയ്തപ്പോ ബാർലി, അതിന്റെ മോളില് ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമറക് ബ്രാൻഡണിയില് ആ സിറ്റുവേഷൻ കഴിഞ്ഞു പോയല്ലോ. അപ്പൊ രണ്ടാമത്തേന് നിങ്ങളിപ്പോ ആ കഥ എങ്ങനെ കൊണ്ടുപോകും? കഥ എന്തായിരുന്നു? ഇവരൊരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിച്ചു അല്ലേ? അതെ. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓ നൈസ്. ഈ പാട്ട് പാടുമ്പോഴേ ആളുകളുടെ വ്യൂ മാറാൻ തുടങ്ങി. എനിക്ക് നല്ല ഡിവൈനബിലിറ്റി ഉള്ള ആർക്കും ഇഷ്ടമല്ല സിമ്പതി. ഇപ്പൊ സ്കിറ്റ് കണ്ടു കഴിഞ്ഞാലും ആ പയ്യൻ ആ കാലും വെച്ചോണ്ട് കളിച്ചു എന്നുള്ളതല്ലാതെ അവൻ നന്നായിട്ട് കളിച്ചു എന്ന് കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. ഞാൻ എൻ്റെ തുടക്ക സമയത്ത് എപ്പോഴും പറഞ്ഞത് എനിക്ക് ജസ്റ്റ് ഒരു ഹീറോയിനായിട്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഒരു അജണ്ട വെച്ചിട്ടുള്ള ആളല്ല ഞാൻ. നല്ല കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇതെന്തായാലും നമ്മൾ ചീത്ത കേൾക്കും, അത് നിർത്താൻ പറ്റില്ല. നമ്മളെ ചീത്ത പറയുന്ന കുറ്റം പറയുന്ന ആളുകളുടെ വലിപ്പം കൂട്ടാൻ പറ്റുള്ളൂ. ടൊറന്റീനോ ചീത്ത പറഞ്ഞിട്ട് എന്തായി ബിബി കാണിക്കുന്നത്, എങ്ങനെയാണോ ഡയലോഗ് പറയണത്, മര്യാദക്ക് ചെയ്യൂ എന്ന് എനിക്ക് അങ്ങനെ തോന്നിയേക്കുന്നത്. സരൽകുമാർ പട്ടാളത്തിൽ ചേർന്ന അവസ്ഥയുടെ എൻ്റെ എന്ന് പറയും. അത് ഒരുമിച്ച് ഇങ്ങനെ എല്ലാവരും വരും. ഞാൻ ആ വഴി മലയാള സിനിമ ആ വഴി ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ എനിക്ക് ബോണസ് കിട്ടിയതാടാ. വേറെ ചില ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പറയൂലടാ, രണ്ടുപേര് തമ്മിലുള്ള തല്ലുപിടുത്തം, പേഴ്സണലി ഇതൊക്കെ എങ്ങനെ അൺഫോളോ ചെയ്തിട്ടും ഇവരൊക്കെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എല്ലാവരും മാൽഗുഡീസിൽ മറ്റേ ടൂർ പോയ പൊക്കോട്ടെ, എന്നെ എന്തിനാ കാണിക്കുന്നത്? വളരെ നാടനായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലുക്ക് മാറ്റുമ്പോൾ ആൾക്കാർക്ക് ഞാനാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിനോട് താങ്കൾ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ അത് വിമർശിച്ചിട്ടോ താങ്കൾക്ക് പറയാം. ചീത്ത വിളിക്കുന്നത് ഒരു നല്ല കാര്യമാണോ എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എബിൻ ചേട്ടൻ എഴുതി മ്യൂസിക് ചെയ്ത പാട്ട് ഗോപി ചേട്ടന് പ്രോഗ്രാം ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നിട്ട് പോയിട്ട് മൈക്കിൽ ചേട്ടാ ഇതാണ്ട പാട്ട് എന്ന് പറഞ്ഞിട്ട് നീനക്കായി ഞാൻ പഠിക്കാനുള്ള ശ്രമം നടത്തിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വയലിനും ഗിറ്റാറും. ഗിറ്റാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഷോ ഇറക്കാൻ ഇത്രയും നല്ലൊരു ഇൻസ്ട്രുമെന്റ് അറിയില്ല. വളരെ പേഴ്സണലായ ഒരു കോൺവെർസേഷനിൽ ബിബിൻ ജോർജ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളുടെ സ്വഭാവം നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൻ്റെ ഒരു ആവറേജ് ആയിരിക്കുമെന്ന്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഉപദേശമായിട്ട് ഞാനത് പലപ്പോഴായി കരുതാറുണ്ട്. ബിബിൻ ജോർജ് നായകനായി എത്തുന്ന സിനിമയാണ് കൂടെ മറീനയും ജോയിൻ ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരടാ. ഓർമ്മയുണ്ടോ അത് പറഞ്ഞത്? ക്രൗൺ പ്ലാസയുടെ ലോബി വെച്ചാണ് പറഞ്ഞത്. അത് അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കോമ്പറ്റീഷൻസ് ഉണ്ട്, പക്ഷെ എൻ്റെ കോമ്പറ്റീഷൻസ് ആരാണെന്ന് ഉള്ളത് ഞാൻ വളരെ വളരെ ഹൈ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് ആക്ടേഴ്സൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. എടാ ഇതിന്റെ തന്നെ വേറൊരു വേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോമഡിക്കായിട്ട് കൂട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞത് എന്നെ ചീത്ത പറയേണ്ട ആളുകള്, അതായത് മെൽ ഗിബ്സൺ ചീത്ത പറയണം, ഈ സ്റ്റീഫൻ ടൊറന്റീനോ ചീത്ത പറഞ്ഞിട്ട് എന്തായി ബിബി കാണിക്കുന്നത്, എങ്ങനെയാണോ ഡയലോഗ് പറയണത്, മര്യാദക്ക് ചെയ്യൂ എന്ന് കോമഡി പറയണ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, അതിലൊരു സത്യം കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ കുറ്റം പറച്ചിലും നമ്മളെ ചീത്ത പറച്ചിലും ലോകത്തിനോട് ഒരിക്കലും നമുക്ക് അത് നിർത്താൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ചീത്ത പറയുന്ന കുറ്റം പറയുന്ന ആളുകളുടെ വലിപ്പം കൂട്ടാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നിയേക്കുന്നത്. നമ്മൾ ഓരോ മേഖലയിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ, നമ്മളൊരു ഇപ്പൊ ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു, അപ്പൊ ആ സമയത്ത് അതിന്റെ മുതലാളിയൊക്കെ ഇരിക്കും നമ്മളെ ചീത്ത പറയുന്നതും കുറ്റം പറയുന്നതൊക്കെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്, ടിവിയിലേക്ക് വന്നു. ആ ടിവിയുടെ തലത്തിലുള്ള ആളുകൾ സ്റ്റേജിൽ നിൽക്കാന്ന് വിചാരിച്ചോ. ഇപ്പൊ ചീത്ത കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട ആള് ഷാഫിയോ അല്ലെങ്കിൽ സിദ്ദിഖിക്കോ വന്ന് ചീത്ത പറയണമെന്നായിരുന്നു ആഗ്രഹം അന്ന്. അങ്ങനെ മനസ്സിലായില്ലേ നിനക്ക്? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതെന്തായാലും നമ്മൾ ചീത്ത കേൾക്കും. അപ്പൊ നമുക്ക് പറയുന്ന ആളുകളുടെ വലിപ്പം കൂട്ടാനേ പറ്റുള്ളൂ. റേഞ്ചർ ക്യാമ്പ് ലീഡ് ചെയ്യുന്ന ആള് കൂടുതല് അത് ഗൈഡ് അല്ല, പക്ഷെ സ്റ്റോറി ടെല്ലറും അല്ല, ഇതിന്റെ നടുക്കുള്ള പോലത്തെ ഒരാളാ പലപ്പോഴും. അതെ. ആൻഡ് ഇവർ വളരെയധികം എഫേർട്ട് എടുത്തിട്ട് ഈ ആളുകൾ അവരുടെ ജോലി കൊണ്ടുപോകണം. കാരണം ഇത് ഈച്ച് ടൈം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാനൊക്കെ പോകുന്ന സമയത്ത് അവര് ഒരു വട്ടം പറഞ്ഞ കഥയല്ല രണ്ടാമത്തെ വട്ടം പറയുന്നത്. അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വട്ടം അവരൊരു സെൻ കഥ പറഞ്ഞാൽ അടുത്ത വട്ടം ഏതെങ്കിലും ഒരു ഗാദറിങ്ങിന് ഒരു കഥ പറയലുണ്ടാവുമല്ലോ, ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ആയിട്ട് അത് ഓപ്പൺ ആക്കുക. ഇപ്പോൾ അടുത്ത വട്ടം അവരൊരു ഡെസ്റ്റിനേഷൻ പോയി കണ്ടതിന്റെ കാര്യം, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അല്ല ഇമ്പോർട്ടന്റ് ട്രാവലാണ്, അങ്ങനെ തിയറി പറയാ. ഭയങ്കര പണിയുള്ളൊരു ഏരിയ ഉണ്ട് ഇതിനകത്ത്. അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി ആലോചിച്ചത് എങ്ങനെയാണെന്നല്ലോ, ഞാനിത് ക്യാരക്ടർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇതുവരെ സംസാരിക്കുന്നത് ഈ ബാഡ് ബോയ്സും ഗുമസ്തനൊക്കെ കണ്ടതല്ലേ, നമ്മൾ നോർമലി ആളുകൾ സംസാരിക്കുന്ന രീതിയാണല്ലോ. ഇതല്ലല്ലോ, ഇത് എന്ന് പറയുന്നത് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സാഹിത്യപരമായിട്ടുള്ള ഡയലോഗുകൾ പറയുമ്പോൾ
വലിയ നടന്മാർക്കൊക്കെ അത് ഈസി ആയിരിക്കാം. എന്നെ പോലുള്ള ആർട്ടിസ്റ്റിന് ഞാൻ ഇതിനൊരു താളം വേണമല്ലോ, rhythm. ആ rhythm എങ്ങനെയാണെന്നുള്ളത് ജഡ്ജ് ചെയ്യാനായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പാട്. പിന്നെ എനിക്ക് ഒരിക്കലും സ്യൂട്ട് ആവുമെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു ഡ്രസ്സും കൂടി വന്നതോടുകൂടി ഞാൻ തകർന്ന് തരിപ്പണം. എനിക്ക് ഡ്രസ്സിനെ പറ്റി ടൈറ്റിലിനെ പറ്റിയിട്ട് നല്ലൊരു കാര്യം ചോദിക്കാണ്ട് പിന്നെ ചോദിക്കാം. ഈ ഡയലോഗ് പറയല് എന്ന് പറയുന്നത് നമ്മളിപ്പോ അറ്റൻഷൻ സീക്കിംഗ് കൂടി ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒരാളുകൾ ഇങ്ങനെ ഒരുമിച്ച് വിടുക, പല രീതിയിലുള്ള പല റേഞ്ചിലുള്ള നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ വെൽത്തായിട്ടുള്ള, ചിലപ്പോൾ നമ്മളെക്കാൾ ഡിപ്രസ്ഡ് ആവുന്ന, അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ ഉള്ളു നമ്മള്. ഇതാണ് ഐറ്റം. ഞാൻ പറഞ്ഞു വേണ്ടിട്ടോ, ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് നമ്മൾ ആകാശത്തിലെ അനന്ത നക്ഷത്രങ്ങളെ നോക്കുക, ഈ പ്രപഞ്ചത്തിലെ താരാപഥങ്ങളെ നോക്കുക, അവരെല്ലാവരും ഒത്തുകൂടുന്ന ഈ നക്ഷത്ര രാവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുകടാ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ അഭിനയിച്ചേട്ടാ, ഇപ്പൊ ഞാൻ അങ്ങനത്തെ 2 സെറ്റ് ഓഫ് ആളുകളെ കണ്ടിട്ടുണ്ട് റേഞ്ചർ ക്യാമ്പിലുള്ളത്. ഒന്നാമത്തെ ആളുകൾ ഭയങ്കര ലൗഡായിരിക്കും അവര്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ വെറുതെ ഇരിക്കുന്ന 4 മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത്ര രൂപ കൂട്ടി വെച്ച് ഭൂട്ടാനിലേക്ക് ഒരു യാത്ര പോയിക്കൂടെ, അവിടെ നിങ്ങൾക്ക് കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലൗഡായിട്ടൊരു ആൾക്കാരുണ്ടാവും. അതർ സെറ്റീസ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ മലയുടെ മുകളിലാണ്, ഈ മലയുള്ളത് ഈ ജില്ലയിലാണ്, ഈ ജില്ലയുള്ളത് ഭൂമിയിലാണ്, ഭൂമി എന്ന് പറയുന്നത് സോളർ സിസ്റ്റത്തിലാണ്, സോളർ സിസ്റ്റത്തിലുള്ളത് യൂണിവേഴ്സിലാണ്. ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു സബ് ആറ്റോമിക് പാർട്ടിക്കിളുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ട് പറയും. അങ്ങനെ ഒരു മീറ്റർ പിടിച്ചിട്ടുണ്ടോ സംസാരത്തില്? ഞാൻ രണ്ടും ഉണ്ട് ഇതില്. ഈ പറയുന്ന പോലെ മിക്സ്ഡ് ആയിട്ടാണ്. അതായത് ചില ആളുകൾ ഇങ്ങനെ ചെതറി നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പെട്ടെന്ന് അറ്റൻഷൻ സീക്കാൻ ഒച്ചയെടുത്ത് നമ്മളെ അവരിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം ഈ പറയുന്ന ഫിലോസഫിയും സാഹിത്യവും കൂടി മിക്സ് ചെയ്ത് ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിട്ട് അതൊരു സെക്ഷൻ. ഇനി അല്ലാതെ ഒരു യോഗ അല്ലെങ്കിൽ ഒരു കാം, നമ്മളുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന അവനവനിലേക്ക് നമ്മൾ ചുരുങ്ങുന്ന സമയം എന്നൊക്കെ പറയുന്ന ലൈറ്റ് ആയിട്ടുള്ള വേർഷനും ഈ പടത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല പാടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണാപ്പാട ഡയലോഗ് പഠിക്കുന്നത്. എനിക്ക് പ്രോംപ്റ്റിങ് അറിഞ്ഞൂടാ, പറ്റൂല എന്നല്ല, അറിഞ്ഞൂടാ. ഒരു ഡയലോഗ് ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എനിക്ക് കോൺസെൻട്രേഷൻ തെറ്റിപ്പോകും. അപ്പൊ ഇത് കാണാപ്പാടം പഠിച്ച് പറയല് വലിയ പാടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴാണ് നമ്മുടെ വലിയ വലിയ നടന്മാരെയൊക്കെ ഞാനിങ്ങനെ ഓർത്ത് തൊഴുത് കാലിൽ തൊട്ട് വളർന്നിയത്. നീ ചിന്തിച്ച ഇന്ത്യ, നീ കണ്ട ഇന്ത്യ അല്ല ഇന്ത്യ. എങ്ങനെയാണ് അതൊക്കെ പറയുന്നത്? മരീന ഏകദേശം 11 വർഷമായി, 10 വർഷമായി. വായ്മൂടി ബേസും ഫസ്റ്റ് പടം റിലീസ് ഇൻ 2014. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏകദേശം 11 വർഷം. അവൻ നിന്നെക്കാളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, മറീന ഓരോ പടത്തിനും ഭയങ്കര സ്ട്രഗിൾ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് അവിടെ എത്താൻ വേണ്ടിട്ട്, ആ റോളിൽ കിട്ടാൻ വേണ്ടിട്ട്. ശരിയാണോ അത്? സ്ട്രഗിള് ഏത്? ഇവനോട് ചിരിച്ച് മറുപടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എന്റെ ടോണ് കാരണം ടോൺ പെട്ടെന്ന് ദേഷ്യം പോലെ ടോണാണ് അവതാരകര് പേടിച്ചുകൊണ്ട്. നമ്മള് മുമ്പ് ഇന്റർവ്യൂ സംസാരിച്ചില്ല, അല്ലാതെ സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇവരങ്ങനെ വല്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുത്തനാണ്. നമ്മളെ എബിയില് ഒരു ലീഡ് ആക്ടറായിട്ട് കാണുന്നു. ആ കഥേനെയും കഥാഗതിനെയും കൂടി മാറ്റുന്നുണ്ടല്ലോ ആ ക്യാരക്ടർ. അതിന്റെ അപ്പുറത്ത് പത്മയില് ഭയങ്കര ഇറോട്ടിക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സീനിലും യു ആർ പ്രസന്റ്. ആ ഒരു 4 സീനിന് അതൊരു സ്ട്രഗിൾ ആണോ, അതൊരു ചോയ്സ് ആണോ? അതൊരു ചോയ്സ് ആണ്. ഓഫ് കോഴ്സ് അതൊരു ചോയ്സാ. ഞാനിപ്പം എന്റെ കരിയറിൽ സത്യം പറഞ്ഞാൽ ഒരു 10-30 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ. വികൃതി എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ചെറിയ സീൻ, എനിക്ക് തോന്നുന്നു 2 സീൻ എങ്ങാണ്ടേ ഞാനുള്ളൂ. പക്ഷെ ആ സിനിമയുടെ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടറാണ്. അപ്പൊ അത് വന്ന് പറയുമ്പോൾ സാധാരണ എനിക്കറിയില്ല, ഞാൻ എൻ്റെ തുടക്ക സമയത്ത് എപ്പോഴും പറയുന്നത് എനിക്ക് ജസ്റ്റ് ഒരു ഹീറോയിൻ ആയിട്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഒരു അജണ്ട വെച്ചിട്ടുള്ള ആളല്ല ഞാൻ. നല്ല കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ഫേവറേറ്റ് ഹീറോ ആരാ അല്ലെങ്കിൽ ഒരു സ്റ്റാറിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും മുരളിച്ചേട്ടനെയും തിലകൻ ചേട്ടനെയും പറയാറുള്ളൂ. എപ്പോഴും എൻ്റെ ഒരു ഇതാ. പിന്നെ ഉള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ജഗതി ചേട്ടനാണ്. അവരൊക്കെ എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ വേഴ്സറ്റൈലും ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാനറിസം ഒക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സിനിമയിലുള്ള സാധനം ആയിരിക്കില്ല വേറൊരു സിനിമയിൽ. അതെ. അപ്പോ എനിക്കപ്പോ അങ്ങനെ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഹീറോയിൻ ആയിട്ട് വരുന്ന, പിന്നെ എന്നിലേക്ക് വരുന്ന ചോയ്സസും കുറവാണ്. കാരണം മേ ബി ഞാൻ ചിലപ്പോൾ ഈ ലുക്കിൽ തന്നെ ലോക്ക്ഡ് ആയിരിക്കാം. ആൾക്കാർക്ക് ചിലപ്പം എന്തുകൊണ്ട് ഈ ഫീമെയിൽ സെൻട്രിക് ഹീറോയിൻ ലീഡ് സാധനങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് വേറൊരു ലുക്കിൽ തന്നെ ഇമാജിൻ ചെയ്യാൻ ഉണ്ടാവാത്ത കാര്യങ്ങളുണ്ടാവാം. പറ്റാറുണ്ട്. എനിക്കാണല്ലോ എന്നെ കൂടുതൽ അറിയുന്നത്. അപ്പം
ട്രൂ ലൈഫിലൊക്കെ ഉള്ള പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ചെയ്യുന്ന സ്പൈ ആയിട്ടൊക്കെ മെറീനെ സ്വയം ഇമാജിൻ ചെയ്യും. അതൊക്കെ എനിക്ക് ഈസി ആയിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. കാരണം കരക്കാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് എത്തിക്കലല്ലേ Correct ആയിരിക്കും. അതിനല്ലേ സ്പൈ. അതിലെ ആക്ഷനെ പറ്റി നീ സംസാരിക്കുന്നില്ല. സോറി, ഞാൻ അറിയാതെ ആക്ച്വലി അത് കറക്റ്റാ, തിയററ്റിക്കലി അത് വളരെ കറക്റ്റാ. ഞാനൊരു സ്പൈ ആണെന്നാണോ? സ്പൈ ചെയ്യുന്നത് അല്ല, സ്പൈ ആക്ച്വലി ചെയ്യണത് അതല്ലേ. ആക്ഷൻ റിലേറ്റഡ് ഒരു മൂവിയിലൊക്കെ എനിക്ക് എന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റും. വളരെ നാടനായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വയസ്സെത്രയായി 30 ചെയ്തിട്ടുണ്ട്, ഇരയില് ചെയ്തിട്ടുണ്ട്, ഗോകുലിന്റെ കൂടെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ലുക്ക് മാറ്റുമ്പോൾ ആൾക്കാർക്ക് ഞാനാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര വലിയ ഹെയർ ഒക്കെ വെച്ച് സ്ട്രെയിറ്റ് ഹെയർ അങ്ങനെയൊക്കെയാണ്. അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഞാൻ ഈ ഐഡന്റിറ്റിയിൽ ലോക്ക്ഡ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോഴും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടോ? അതെനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അതായത് സ്വയം തോന്നുന്നുണ്ടോ, അത് ആളുകൾ ഐഡന്റിഫൈ ചെയ്യണില്ല തോന്നുന്നുണ്ടോ? ഇല്ല, ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. എന്റെ പേര് ചില ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല, മെറീന എന്നുള്ളത് അത്ര ഇതല്ല. നിങ്ങൾ ഏതോ സിനിമയിലുണ്ടല്ലോ ഈ മുടി വെച്ചിട്ടാണ് ആൾക്കാർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ മുടി മാറുമ്പോൾ ആൾക്കാർക്ക് പിന്നെ ഡൗട്ടാണ് ഇത് ഇന്ന ആളാണോ. കാരണം ഇപ്പൊ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ഇൻഫ്ലുവൻസർ ആണോ ആർട്ടിസ്റ്റ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻസും ആളുകൾക്ക് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ക്യാരക്ടറുകൾ നല്ലത് വരുമ്പോൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ പത്മ പോലത്തെ സിനിമയൊക്കെ സുരഭി ലക്ഷ്മി ചേച്ചി അതിൽ ലീഡ് ചെയ്യുമ്പോൾ അതിലൊരു ക്യാരക്ടറിന് ഒരു റിക്വയർമെന്റ് വന്നപ്പോൾ ചേച്ചി എന്നെ വിളിച്ചു, അനുവേട്ടൻ കാര്യം പറഞ്ഞു, നമ്മൾ അത് ഈ പറഞ്ഞ പോലെ സബ്ജക്ട് എനിക്ക് കണക്ട് ആയി. എനിക്കൊന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഡിസൈഡ് ചെയ്തൊരു മൂവിയാണ് അത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഒരു ക്രൈസിസ് ആയിട്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, ഒരു സ്ട്രഗിൾ ആയിട്ട്.